സീറ്റ് വെച്ചുമാറാനുള്ള കോൺഗ്രസ് നീക്കത്തിന് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യം UDF നേതാക്കളെ അറിയിക്കും. സ്ഥാനാർത്ഥി ആരൊക്കെയാകുമെന്ന് പിന്നീട് തീരുമാനിക്കും. തൊടുപുഴയിൽ തൽസ്ഥിതി തുടരുമെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. കേൾക്കാം. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ചകളിലാണ് സീറ്റിനെ കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. 10 സീറ്റിലും പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് UDFിലുള്ള പൊതുവെയുള്ള തീരുമാനം. അതിൽ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത നോക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ എന്നതിൽ അപ്പുറം മറ്റൊരു ചർച്ച അന്ന് അവിടെ നടന്നിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല. പക്ഷെ നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടി 10 സീറ്റുകളിൽ മത്സരിക്കും എന്ന് തന്നെയാണ് UDFിലുള്ള തീരുമാനം. അത് തന്നെയാണ് ഇപ്പം നിലവിലുള്ള സാധ്യത. അതിന് തന്നെയാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, 10 സീറ്റ് എന്നതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, എന്നാൽ ജയസാധ്യത നോക്കി ചില സീറ്റുകളെങ്കിലും വച്ചുമാറാൻ തയ്യാറാണ് എന്നൊരു നിലപാട് പാർട്ടിക്കുണ്ടോ, അതോ അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ്? ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ എന്താണ് കൈക്കൊണ്ടിട്ടുള്ളത് തീരുമാനം? അനുജ, ഇന്നത്തെ ഹൈപ്പോർ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ PJ ജോസഫ് തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം പ്രതികരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഐക്യജനാധിപത്യത്തിനെ വിജയിപ്പിക്കുക, PD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യജനാധിപത്യത്തിനുള്ള വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. അനുജ, PJ ജോസഫിന്റെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ചെയർമാനെ, അതായത് പാർട്ടി ചെയർമാനെ തന്നെ ഈ സീറ്റ് ചർച്ചകൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ വിജയിച്ച സീറ്റുകളുടെ എണ്ണം, ഇത് രണ്ടും നോക്കുമ്പോൾ കേരള കോൺഗ്രസിന് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സീറ്റുകളുടെ കണക്ക് പറഞ്ഞ് കേരള കോൺഗ്രസിന്റെ സീറ്റ് എടുക്കാൻ നോക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.